ഇപ്പോൾ JPC അംഗീകരിച്ചതും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നതുമായ വഖഫ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ പരിഷ്കാരങ്ങൾ ഇവയൊക്കെയാണ്. 40-ാം വകുപ്പ് എടുത്തു കളയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഖഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ വഖഫ് ട്രിബ്യൂണലിൽ പോയി വഖഫ് ട്രിബ്യൂണൽ അത് സമ്മതിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം. അതായത് രാജ്യത്തെ സിവിൽ കോടതികൾക്ക് അധികാരം തിരിച്ചു കിട്ടിയിരിക്കുന്നു. വഖഫ് ബോർഡിന്റെ CEO മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല. വഖഫ് ബോർഡിന്റെ സർക്കാർ പ്രതിനിധി അമുസ്ലിം ആണെങ്കിലും 2 അമുസ്ലിം പ്രതിനിധികൾ എന്നത് നിലനിൽക്കും. അതായത് 2-ലധികമായാലും കുഴപ്പമില്ല എന്നർത്ഥം. ആദിവാസികളുടെ ഭൂമി വഖഫ് ചെയ്യാൻ പാടില്ല എന്ന് പുതിയ നിയമത്തിലുണ്ട്. ഭരണഘടനയുടെ 5ഉം 6ഉം അനുച്ഛേദത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സവിശേഷമായ അധികാരത്തിനെതിരെയുള്ള ചോദ്യം ചെയ്യലാണ് ആ ഭൂമി വഖഫിന്റേതാണെന്ന് പറയുന്നത്. വഖഫ് ഭൂമിയിലെ വാടകക്കാരെ സംരക്ഷിക്കാൻ ഈ നിയമത്തിൽ വകുപ്പുണ്ട്. ദീർഘകാല വാടക കരാറും മറ്റും നടപ്പിലാക്കി അവരുടെ അവകാശം സംരക്ഷിക്കും. വഖഫ് നിയമം നടപ്പിലായി കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തെയും വഖഫ് പ്രോപ്പർട്ടികൾ 15 ദിവസത്തിനകം കേന്ദ്ര സർക്കാരിന്റെ വഖഫ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്നത് ഒരു ഇളവ് വരുത്തി 90 ദിവസമാക്കിയിട്ടുണ്ട്. വഖഫ് ചെയ്യാത്തൊരു ഭൂമി മുസ്ലിം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കുന്നെങ്കിൽ അതിന് പേരിൽ തർക്കമില്ലെങ്കിൽ അത് വഖഫ് ഭൂമി തന്നെയാണ്. വഖഫ് ബൈ യൂസ് എന്നാണ് അത് പറയുന്നത്. എന്നാൽ സർക്കാർ ഭൂമി വഖഫ് ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ടതില്ല. 5 വർഷം മുസ്ലിം ആയിരുന്ന ഒരാൾ മുസ്ലിം അനുഷ്ഠാന പ്രകാരം ജീവിച്ചാൽ മാത്രമേ അയാൾക്ക് ഭൂമി വഖഫ് ചെയ്യാൻ കഴിയൂ